നിങ്ങളെ ലോകത്ത് എവിടെയുള്ളവരായിക്കോട്ടെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ തുടക്കത്തിൽ എന്താണ് നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിച്ചതെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വരവുകളും ചെലവുകളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ചിട്ട ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗുഡ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വരവിനേലും കൂടുതൽ നമ്മുടെ ചിലവുകൾ വരാണ്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ വരവുകളെ കറക്റ്റായിട്ട് ടാബുലേറ്റ് ചെയ്ത് വെക്കുക, എങ്ങനെയാണ് നമ്മുടെ ചിലവുകളെ എക്സ്പെൻസുകളെ എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിലായിക്കോട്ടെ, ഇനി US-ലായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, ഇനി നാട്ടിലായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് കേട്ടോ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളിലും കാര്യങ്ങളിലൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞൊരു വീഡിയോ എനിക്ക് ഇപ്പോൾ ചെയ്യേണ്ടി വന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കി തരാൻ പോണ എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറയാൻ പോകുന്നില്ല. വളരെ ചുരുങ്ങിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണേ. അത് വേറെ ഒന്നുമല്ല, അതൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ കറൻലി ജർമ്മനിയിലാണെന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കണം? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിന്ത എന്താ, ഞാൻ എന്തെങ്കിലും ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ കടക്കാരനായി, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അറിയാണ്ട് പൈസ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ മറന്ന് പിന്നെ അതിൻ്റെ പലിശ വന്ന് പിന്നെ അതിൻ്റെ കൂട്ടുപലിശ കൊടുക്കേണ്ട അവസ്ഥ എന്നുള്ള അവസ്ഥ നമുക്ക് കുറേ പേരിഞ്ഞ് വന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ക്രെഡിറ്റ് കാർഡ് ഭയങ്കര വില്ലനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും വില്ലനല്ല. ക്രെഡിറ്റ് കാർഡ് ഒരു പ്രിവിലേജാണ്. അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയണം. ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിലോ അത് വേറൊരാൾക്ക് അത് എങ്ങനെയാണ് നടക്കണമെന്ന് പറഞ്ഞു കൊടുക്കില്ല. അതാണ് സത്യാവസ്ഥ. നമ്മുടെ മലയാളികളുടെ കറക്റ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരാൾ വളരുന്ന കാണാനായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മളിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ടൂള് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ആ ഒരു കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വരവുകളെയും നിങ്ങളുടെ എക്സ്പെൻസുകളെയും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോണേ. അപ്പോൾ നിങ്ങൾ എന്നെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് എൽജിൻ ഡേവിസ്. ഞാൻ ഇപ്പോൾ കറൻ്റ് ഉള്ളത് ജർമ്മനിയിലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ജർമ്മനിയിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനൽ ഓടിയിരിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയത്തിലോട്ട് നമുക്ക് പൈസ നമ്മുടെ ബാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തരുന്ന ഓർഗനൈസേഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോണായിട്ട് തരും. ആ ഒരു ലോണിന് പലിശയില്ല. ആ ഒരു നിശ്ചിത സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസവും 20 ദിവസമാണ്. അപ്പോൾ ടോട്ടലായിട്ട് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 52 ദിവസമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്രെഡിറ്റ് കാർഡ്സും നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പറയണ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാനുണ്ടാവും 52 ദിവസത്തേക്ക് ഫ്രീ ആയിട്ടൊരു കാർഡിൽ നിന്ന് നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ ആ ഒരു കാർഡ് എടുക്കണില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ ആ ഒരു പ്രിവിലേജ് ഉപയോഗിക്കണില്ല എന്നുള്ള കാര്യം ചിന്തിക്കണ്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ പേടി അതല്ല. ഈ പറഞ്ഞ 52 ദിവസത്തിന് ശേഷം ഏകദേശം എല്ലാ ക്രെഡിറ്റ് കാർഡ്സും 20% അല്ലെങ്കിൽ 24% മേലെയാണ് അവരുടെ പലിശ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 52 ദിവസത്തിനുള്ളിൽ നിങ്ങളെടുത്ത എമൗണ്ട് അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള പലിശ കൊടുക്കേണ്ടി വരും. നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ വേറെ ഒന്നുമല്ല എടുത്തേക്കണേ, അഡ്വാൻസ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ ടൂളായിട്ട് എടുത്തേക്കണേ. അപ്പോൾ ഞാനിപ്പോൾ കറൻലി ജർമ്മനിയിലായ കാരണമാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി നമ്മൾ ടോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ക്രെഡിറ്റ് കാർഡ് തന്നെ ആയാലും ഏകദേശം 52 ദിവസത്തേക്കാണ് ഇൻട്രസ്റ്റ് ഫ്രീ എമൗണ്ട് ആയിട്ട് നമുക്ക് ഈ ഒരു പൈസ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ എത്ര രൂപയാണോ അവിടെ നിന്ന് കടമായിട്ട് എടുത്ത് ആ ഒരു പൈസ തിരിച്ചടയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇപ്പോൾ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ദൈനംദിന ചിലവിന് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമ്മൾ പൈസ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴാണോ പൈസ എടുക്കണേ, ഇപ്പോൾ അഡ്വാൻസിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും 5ാമത്തെ ദിവസമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബില്ല് വരുന്നത്.
ആ ബില്ല് വന്നതിന് ശേഷം 15ാമത്തെ ദിവസത്തിനുള്ളിലാണ് ഈ പറഞ്ഞ പോലത്തെ പേയ്മെൻറ്റ് ചെയ്യണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ മാസത്തെ 5-ാം തീയതി തൊട്ട് പിറ്റേ മാസം 5-ാം തീയതി വരെയുള്ള ബില്ലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര രൂപയാണോ എടുത്ത് ആ ഒരു രൂപ ഏകദേശം ബില്ല് വന്നതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കണം. അപ്പോൾ അങ്ങനെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയണ പോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റും ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ ഇങ്ങനെയാണ് കറക്റ്റായിട്ടൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടത്. ഇനി അതും അറിയാതെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഫുള്ള് എടുത്ത് തീർക്കണം കുറേ ടീംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് പൈസ കിട്ടുമെന്ന് വിചാരിച്ച് ഫുള്ളായിട്ട് വലിക്കണവരുടെ ശ്രദ്ധയ്ക്കാണ്. ഈ വലിച്ചു കഴിഞ്ഞിട്ട് 2ാമത്തെ മാസം അല്ലെങ്കിൽ 3ാമത്തെ മാസം കഴിയുമ്പോൾ അറിയാം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കിടിലം പലിശ ഈ പറഞ്ഞ എമൗണ്ടിലോട്ട് കയറിയിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ വരുന്നു. അതിൻ്റെ മേലെ കൂട്ടുപലിശയായിട്ട് നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് അടച്ചു തീർക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു അവസ്ഥ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം. സോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അത് ക്രെഡിറ്റ് എടുക്കുന്ന പൈസയാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ എക്സ്പെൻസുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് വേണം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും മാസത്തിൽ കുറേ ചിലവുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഈ പറഞ്ഞ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ളൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സാലറിയുടെ അക്കൗണ്ട് ഉണ്ടാവും. അത് നമ്മൾ മാറ്റി വയ്ക്കുക. ഈ സാലറിയുടെ അക്കൗണ്ടിലോട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാലറി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകമിങ് ആയിട്ടുള്ള പൈസകൾ മാത്രം വരുത്താനായിട്ട് ശ്രമിക്കുക ഡെബിറ്റ് കാർഡിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡിൽ അപ്പോൾ ഇൻകമിങ് എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് വരുന്ന പൈസ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞ സേവിങ്സ് അക്കൗണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സാലറിയുടെ അക്കൗണ്ടിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു സൈഡിലാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ പൈസയുടെ വരവ് ഒക്കെ എടുക്കുന്നത്. ഇനി പൈസ നമ്മൾ എവിടെ നിന്നാണ് ചിലവാക്കേണ്ടത്? പൈസ നമ്മൾ എപ്പോഴും ചിലവാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കറക്റ്റായിട്ടുള്ള ടൂളാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസം നിങ്ങളുടെ ഷോപ്പിംഗ് ആയിക്കോട്ടെ, ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ആയിക്കോട്ടെ, ഇനി ഈ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രെഡിറ്റ് കാർഡിലൂടെ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യുമ്പോഴുള്ള ഉപകാരം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും 5ാമത്തെ ദിവസമാകുമ്പോൾ കറക്റ്റായിട്ടുള്ള ബില്ല് വരും. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു മന്തിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ചെയ്തത്, എന്തൊക്കെ എക്സ്പെൻസുകളാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള ബില്ല് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി മാസത്തിൻ്റെ 5ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ ബില്ല് വരുന്നത്. ഓൾറെഡി ഒരു സാലറിയുടെ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവനറിയാം എനിക്ക് 5ാമത്തെ ദിവസമാണ് ബില്ല് വരുന്നത്. അപ്പോൾ ഈ ഒരു ബില്ല് വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ സാലറിയും കയറുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ നമ്മുടെ എക്സ്പെൻസ് എന്താണോ, കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് എന്താണോ അത് കറക്റ്റായിട്ട് അടച്ചു തീർക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള ഗുണം എന്തിട്ടാണ് നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ പിന്നിലെ ഒരു വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ ഒരു വലിയ ബേർഡൻ ഒഴിവാക്കി കിട്ടുകയാണ് ചെയ്യണത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ ഗതി ആലോചിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആകെ ഉള്ളത് ഈ പറഞ്ഞ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറിയുടെ അക്കൗണ്ട് ഉള്ളൂ. ഈ പറഞ്ഞ സാലറിയുടെ അക്കൗണ്ടിൻ്റെ കാർഡ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഷോപ്പ് ചെയ്യണത്. ഇപ്പോൾ ന്യൂയോർക്കറിൽ പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ചിപ്പോട്ടിൽ പോയിട്ട് ഒരു ഫുഡ് വാങ്ങുന്നു. അപ്പോൾ ഈ പറഞ്ഞ ചിലവുകളെല്ലാവരും നിങ്ങളുടെ പൈസ അക്കൗണ്ടിൽ നിന്ന് പോണതാണ്. ഈ കാര്യങ്ങളെല്ലാവരും നിങ്ങളുടെ മെയിൻ സാലറിയുടെ അക്കൗണ്ടിലാണ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? കുറേ അധികം പൈസ വരുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സാലറി വരുന്നുണ്ട്, പിന്നെ അത് എവിടേക്കാണ് പോണേന്ന് മനസ്സിലാവണല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ കുറേ ആൾക്കാരുടെ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എടുക്കാനുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ കറക്റ്റായിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മുടെ സാലറിയുടെ അക്കൗണ്ടിലോട്ടും ഇനി നമ്മുടെ ചിലവുകളെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലൂടെയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ മാസവും ക്രെഡിറ്റ് കാർഡിൽ എത്രയാണോ എക്സ്പെൻസ് വരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ എക്സ്പെൻസ് എത്രയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കഴിഞ്ഞ മാസത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലെടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബില്ലിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസ് അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഷോപ്പിംഗ് എക്സ്പെൻസ് എല്ലാം അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ കഴിഞ്ഞ മാസം ഞാൻ ഏകദേശം 250 € അടുത്ത് ചിലവാക്കി,
അപ്പോൾ ഈ മാസം ഏകദേശം ഞാൻ ഒരു 100 യൂറോ കുറച്ച് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് ഇത്തിരി ചുരുക്കാൻ പറ്റും. അല്ല അങ്ങനെയെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ 100 യൂറോയെ ചിലവാക്കിയുള്ളൂ, ഈ മാസം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 100 യൂറോയും കൂടി കൂടുതൽ ചിലവാക്കാം എന്നുള്ള ഒരു ബുദ്ധി നമ്മുടെ മനസ്സിൽ വരണത് ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ട്രിക്ക് ചെയ്യുമ്പോഴായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒറ്റ അക്കൗണ്ടിൽ നമ്മുടെ വരവും ചിലവും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരുടെയും ചിന്ത എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഭയങ്കര ഒരു വില്ലനാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല, അതൊരു പ്രശ്നമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതെടുത്തിട്ടുണ്ടെങ്കിൽ കടം വരും എന്നുള്ള ഈ ചിന്താഗതി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഇനി ഓരോ ക്രെഡിറ്റ് കാർഡ്സ് എടുക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കുറേ അധികം പ്രിവിലേജ് ഉണ്ട് കേട്ടോ. സോ ഇപ്പം നമ്മുടെ നാട്ടിലെ കുറേ അധികം ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഹോളിഡേയ്സ് ബുക്ക് ചെയ്യുമ്പോൾ കുറേ അധികം ഓഫേഴ്സും കാര്യങ്ങളും, ഇതുപോലത്തെ ഓഫേഴ്സും കാര്യങ്ങളും നിങ്ങൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കറക്റ്റായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കണം. ഇനി അടുത്തായിട്ട് ഇതെല്ലാവരും വിടുക. ഇനി നിങ്ങൾ ജർമ്മനിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ലോണോ കാര്യങ്ങളോ ഒക്കെ എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഷൂഫാ സ്കോർ വേണം. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഷൂഫാ സ്കോർ കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അത് കൂട്ടാനും സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ സിബിൽ സ്കോർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ജർമ്മനിയിലെ ഷൂഫാ സ്കോർ എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ബാങ്ക്സ് നമ്മുടെ ക്രെഡിബിലിറ്റീനെ അസസ് ചെയ്യുന്ന ഒരു സ്കോറാണ് കേട്ടോ ഷൂഫാ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ലോൺ ഹിസ്റ്ററി ഉണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിച്ചിട്ട് ക്രെഡിറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കണം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള തിരിച്ചടയ്ക്കണം എന്നുള്ള വാക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. കാരണം കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാണ്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ തിരിച്ചു കുത്തും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ഷൂഫാ സ്കോർ നല്ല കുത്തനെ താഴേക്കും പോകട്ടോ. നിങ്ങൾ കറൻ്റ് ജർമ്മനിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഡ്വാൻസ് എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് നോക്കിക്കോ. നമ്മുടെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഡ്വാൻസ് കാർഡ് ഓരോ മാസവും ഓരോ തരം ബോണസാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ നാട്ടിലെ പോലെ ഈ പറഞ്ഞ കാർഡിന് ഒറ്റ മെയിൻ്റെനൻസ് ഫീ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന പൈസ എത്രയാണോ അത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുക, അത്രയുള്ളൂ പരിപാടി. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ ഈ 52 ദിവസത്തെ ടൈം ഫ്രെയിം കറക്റ്റായിട്ട് നോക്കുക. ആ ഒരു ടൈം ഫ്രെയിമിന് മാത്രമായിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ എമൗണ്ട് ആയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം 24% ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന 24% മന്ത്ലി അല്ല, ഈ പറയുന്ന 24% ഇയർലി ആണ് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ടൂൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.